ഇന്നത്തെ ഞങ്ങളുടെ യാത്ര സ്വിറ്റ്സർലൻഡിലേക്കാണ്. ലണ്ടനിൽ നിന്നും യാത്ര തുടങ്ങുന്ന ഞങ്ങൾ ഇൻ്റർലാക്കനിലേക്കാണ് ആദ്യം എത്തുന്നത്. 2 ദിവസം യാത്രയായതിനാൽ ആദ്യ ദിവസം ഇൻ്റർലാക്കനിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. സ്വിറ്റ്സർലൻഡ് ഒരു അത്ഭുതമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാണുന്ന കാഴ്ചകളാണെങ്കിൽ വാക്കുകൾക്കപ്പുറം. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിൽ നിന്നുമുള്ള വ്യൂ ആണ്. 2-ാം ദിവസം ഞങ്ങൾ പോകുന്നത് യങ്ഫ്രയോക്കിലേക്കാണ്. ടോപ്പ് ഓഫ് യൂറോപ്പ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇൻ്റർലാക്കൻ ടു ഗ്രിൻഡൽവാൾഡ് ട്രെയിനാണ് ഞങ്ങൾ അവിടേക്ക് പോകാൻ വേണ്ടി എടുത്തത്. ഗ്രിൻഡൽവാൾഡ് എത്തിയതിന് ശേഷം ഒരു കേബിൾ കാർ എടുത്തിട്ട് വേണം നമുക്ക് സ്വിസ് ആൽപ്സിലേക്ക് പോകാൻ. ഞങ്ങൾ വന്നത് ഒരു പാക്കേജ് എടുത്തിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടൂർ ഗൈഡ് ഉണ്ടായിരുന്നു. അവരൊരു ടീം ആദ്യം കേബിൾ കാറിൽ കയറി. അതിന് ശേഷമാണ് ഞങ്ങൾ കയറുന്നത്. ഗൈഡ് ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു. എല്ലാ ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ സ്വിറ്റ്സർലാൻഡിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഏകദേശം 3454 മീറ്റർ ഉയരമുള്ള മൗണ്ടനിലേക്കാണ് ഞങ്ങളുടെ യാത്ര. സ്വിസ് ആൽപ്സ് കാണാൻ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ വ്യൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്കൈയിലെത്തിയൊരു ഫീലായിരുന്നു. അത്രയേറെ സമയം ഞങ്ങൾ ഇവിടെ ചിലവഴിച്ചു. ഒരു ഫുൾ ഡേ ഉണ്ടായിരുന്നു നമുക്ക് സ്വിസ് ആൽപ്സ് കറങ്ങാൻ. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ടോപ്പ് ഓഫ് യൂറോപ്പിൽ എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാം ഫുൾ കറങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെ പോകുന്നത് ഐസ് പാലസിലേക്കാണ്. ഐസ് കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ടണൽ തന്നെയാണ്. ഒരുപാട് സ്കൾപ്ചേഴ്സും കൊറിഡോഴ്സും എല്ലാം അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഐസ് വഴിയാണ്. ഈ ഐസ് പാലസ് അറിയപ്പെടുന്നത് തന്നെ സ്പാർക്കിളിംഗ് ഹൈലൈറ്റ് അറ്റ് ടോപ്പ് ഓഫ് യൂറോപ്പ് എന്നാണ്. ശരിക്കും നമ്മൾ രണ്ടുപേരും സൂക്ഷിച്ചാണ് ഇതുവഴി നടക്കുന്നത്. സ്ലിപ്പാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ സ്വിസ് ആൽപ്സ് മുഴുവൻ കറങ്ങി ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. തിരിച്ച് ഞങ്ങൾ പോകുന്നത് ട്രെയിൻ വഴി തന്നെയാണ്. നമ്മുടെ പാക്കേജ് എടുത്തിരുന്ന എല്ലാവരും ആ ട്രെയിനിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇനി ഞങ്ങളുടെ യാത്ര പാരീസിലേക്കാണ്.